ഉള്ളത് പറയാം. സുരേഷ് ഗോപിയെ വേട്ടയാടൽ UDFും LDFും അവസാനിപ്പിക്കുന്നില്ല. 3ാം സ്ഥാനത്തേക്ക് പോകും എന്ന് പരിഹസിച്ചയാൾ 75,000 എന്ന മോഹിപ്പിക്കുന്ന ഭൂരിപക്ഷത്തിൽ ജയിച്ചപ്പോൾ മുതൽ തുടങ്ങിയ ആരോപണങ്ങൾ ഇപ്പോൾ കൃത്രിമമായി വോട്ടർമാരെ ചേർത്തതുകൊണ്ടാണെന്ന ആവർത്തന വിരസതയിൽ എത്തി നിൽക്കുന്നു. മത്സരിക്കുന്ന സ്ഥാനാർത്ഥി മണ്ഡലത്തിൽ വോട്ട് ചേർത്തുകൂടാ എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാൻ പോലും നേതാക്കൾക്ക് മടിയില്ല. I, Suresh Gopi, do swear in the name of God that I will bear true faith and allegiance to the Constitution of India as by law established. പുറത്തു നിന്നുള്ള വോട്ടുകൾ ധാരാളമായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ആ വോട്ടുകൾ വരുന്നതിന് ആവശ്യമായ രീതിയിലുള്ള ലഘൂകരിച്ച സമീപനം ഇലക്ഷൻ കമ്മീഷൻ എടുത്തിട്ടുണ്ട്. പലതരത്തിലും പല പുറത്തു നിന്ന് തന്നെ ധാരാളം ആളുകൾ ഇവിടെ വോട്ട് ചേർത്തി എന്നുള്ള പരാതികൾ ഞങ്ങൾ തന്നെ അന്ന് ബഹുമാനപ്പെട്ട ഇലക്ഷൻ കമ്മീഷന് കൊടുക്കുകയുണ്ടായി. എന്ന് മാത്രമല്ല, അന്ന് വോട്ട് ചേർക്കപ്പെട്ട ആളുകളെ വോട്ട് തടയുന്ന സന്ദർഭത്തിൽ അന്ന് കലക്ടർ നൽകിയ ഒരു മറുപടി, വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുണ്ടെങ്കിൽ ആ ആൾക്ക് വോട്ട് ചെയ്യാൻ അധികാരമുണ്ട്, ആ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, അയാൾ തന്നെയാണോ അതെന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം മാത്രമേ ഉള്ളൂ എന്നാണ് അന്ന് കലക്ടർ അന്ന് സൂചിപ്പിച്ച ഒരു കാര്യം. ആ തരത്തിൽ തന്നെയുള്ള ഒട്ടനവധി കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ശാസ്ത്രമംഗലത്തുകാരാണ് പതിയെ അവിടെ വോട്ട് ചേർത്ത്. കാരണം സുരേഷ് ഗോപിയായിട്ട് ബന്ധപ്പെട്ട ഇവിടെയുള്ള എല്ലാവരും അവിടെ വോട്ട് ചേർത്തിട്ടുണ്ട് തൃശ്ശൂര്. ഇനിയിപ്പോൾ തൃശ്ശൂർ അവർ ചേർത്ത അഡ്രസ്സ് നിലവിലുണ്ടോ എന്ന് ആദ്യം പരിശോധിക്കണം. കാരണം അന്ന് സ്ഥാനാർത്ഥിയായിരുന്ന സുരേഷ് ഗോപി താമസിച്ച ഒരു വാടക വീടാണ്. ആ വീട് ഞാൻ മനസ്സിലാക്കുന്നത് അന്ന് തന്നെ ഇലക്ഷൻ വന്നപ്പോൾ തന്നെ ആ വീട് മാറിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോരി വെളിപ്പെടുത്തൽ വന്നപ്പോൾ പഴയ ഈ ആരോപണം പൊടി തട്ടിയെടുത്തത് K. മുരളീധരനും VS സുനിൽകുമാറും. ഞെട്ടിപ്പിക്കുന്ന തോൽവിയിൽ നിന്ന് ഇതുവരെ മുക്തരായിട്ടില്ല രണ്ടുപേരും. സുനിലിനേക്കാൾ മുരളീധരനാണ് നഷ്ടമുണ്ടായത്. ഉള്ള പദവികൾ എല്ലാം പോയി MLA ആയി തിരിച്ചു വരാനുള്ള ഞാണിന്മേൽ കളി നടത്തേണ്ടി വന്നിരിക്കുകയാണ്. എന്തുകൊണ്ട് സുരേഷ് ഗോപി ജയിച്ചു എന്ന് ഇതിനകം രണ്ട് മുന്നണികളും വിലയിരുത്തിയിട്ടുണ്ട്. കോൺഗ്രസിലാകട്ടെ തോൽപ്പിച്ചതാണെന്ന മുരളീധരന്റെ പരാതി ചില്ലറ പ്രശ്നമല്ല ഉണ്ടാക്കിയത്. പൂരം കലക്കലും MR അജിത് കുമാറും കരുവന്നൂർ ബാങ്ക് തട്ടിപ്പും മുരളീധരനെ ആനയിച്ചു കൊണ്ടുവന്നു വെട്ടിയതുമൊക്കെ BJP വിജയത്തിന് പിന്നിലുണ്ട്. ക്രൈസ്തവ വോട്ടുകളും സ്ത്രീ വോട്ടുകളുമൊക്കെ സുരേഷ് ഗോപിയെ സഹായിച്ചവയാണ്. മോദിയും അമിത്ഷായും തൃശൂരിൽ പലതവണ വന്നുപോയതും രാഷ്ട്രീയ കേരളം കണ്ടതാണ്. സുരേഷ് ഗോപി ജയിച്ചു വരാനുള്ള സാഹചര്യം ഒരുക്കിയതിൽ UDFനും LDFനും ഒക്കെ ഉത്തരവാദിത്വവുമുണ്ട്. എന്നിട്ടാണ് ഇപ്പോൾ മറ്റ് മണ്ഡലങ്ങളിലുള്ളവർ തൃശൂരിൽ വോട്ട് ചെയ്ത് ജയിപ്പിച്ചതെന്ന ന്യായം ഉന്നയിച്ച് സുരേഷ് ഗോപി രാജിവെക്കണമെന്ന് പറയുന്നത്. സുരേഷ് ഗോപിയുടെ MP ഓഫീസ് ബോർഡിൽ കരിയോയിൽ ഒഴിച്ചും ചെരുപ്പുമാല തൂക്കിയും CPM പ്രതിഷേധം പരിധി വിട്ടു. എന്റെ ഒരു വ്യക്തിപരമായ ഒരു പ്രശ്നം മാത്രമാണത്. എനിക്ക് ഇത്രയെങ്കിലും ചെയ്യാൻ പറ്റുന്നുള്ള മാത്രമല്ല ആശ്വാസം. ഇല്ല, കുഴപ്പമില്ല. ഒരു പൊതുപ്രവർത്തകൻ എന്ന രീതിയിലും ഒരു വോട്ട് ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിലും എനിക്ക് ഇത്രയെങ്കിലും ചെയ്യാൻ പറ്റുന്നുള്ള ഒരു മാത്രം. ഉൾപ്പെടെ എല്ലാവരും പറയേണ്ടത് എന്താ ഈ സംഭവിച്ചത്? അവരാണ് അവരുടെ കുടുംബക്കാരും അവരുമാണ് RSS നേതാക്കന്മാർ ഉൾപ്പെടെയാണ് അത് അവിടെയും ഇവിടെയും വോട്ട് ഉണ്ടാകുക എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. അപ്പോൾ ഒരു ഇലക്ഷൻ അട്ടിമറി പോലെ തന്നെയാണ് ഉപയോഗിക്കുക. അത് ഗൗരവമായ അന്വേഷണവും പരിശോധനയും. BJP പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണ് രാജ്യത്ത് ഉടനീളം. സംസ്ഥാനത്ത് തൃശ്ശൂരിലെ കേസിൽ അവർ പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണ്. അപ്പൊ അവര് തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവർ പറയട്ടെ, ഞങ്ങളൊന്നും മിണ്ടില്ല, നിങ്ങൾ ഞങ്ങളോട് ചോദിക്കാൻ നിൽക്കണ്ട എന്ന് പറയുന്നത് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്ക് ചോദിച്ചാൽ എല്ലാ പാർട്ടിക്കും ഒരു അവകാശമുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ എല്ലാ ഇലക്ഷന്റെ മുമ്പ്, തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ ഇലക്ടറൽ റോൾസ് പബ്ലിഷ് ചെയ്യുന്ന ഒരു രീതി നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇവർക്കാർ അത് അവർ പഠിച്ചിട്ടില്ല, അല്ലെങ്കിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് പുറത്ത് പറയുന്നില്ല. ഇതെല്ലാം ആ പാർട്ടിയിലിപ്പോ എല്ലാവർക്കും കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അത് കൃത്യമായിട്ട് എല്ലാവർക്കും അറിയാം.
BJPയുടെ സമ്മർദ്ദത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് സുരേഷ് ഗോപിക്കായി വോട്ട് ചേർക്കാൻ സഹായിച്ചു എന്നൊക്കെ പറയുന്നതിൽ സാങ്കേതികമായി ഒരുപാട് വൈരുദ്ധ്യങ്ങളുണ്ട്. വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതും സംസ്ഥാനത്തെ ഉദ്യോഗസ്ഥരാണ്. താഴെയുള്ള BLOമാർ റവന്യൂ വകുപ്പിന് കീഴിൽ ഉള്ളവരാണ്. ഓരോ പാർട്ടിക്കും BLAമാരുണ്ട്. ഇവരെല്ലാം സുരേഷ് ഗോപിക്കായി കണ്ണടച്ചു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. മറ്റ് മണ്ഡലങ്ങളിൽ നിന്ന് വന്ന് BJPക്കാർ പേര് ചേർത്തിട്ടുണ്ട്. അതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്ന വ്യവസ്ഥകൾ പ്രകാരം രേഖകൾ നൽകിയിരുന്നില്ലെങ്കിൽ ഈ ജീവനക്കാരും പാർട്ടി ഏജന്റുമാരും എന്ത് നോക്കിയിരിക്കുകയായിരുന്നു? തെരഞ്ഞെടുപ്പ് സമയത്ത് വോട്ടർ പട്ടികയിൽ പേര് ചേർപ്പിക്കുന്നത് സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായി എല്ലാ പാർട്ടിക്കാരും ചെയ്യുന്നതാണെന്ന് ജനങ്ങൾക്കറിയാം. ഈ രാജ്യത്ത് ആർക്കും എവിടെയും പോയി താമസിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഒരു സ്ഥലത്ത് ഒരാൾ ചെന്ന് താമസിക്കുന്നു. ആ താമസിച്ചതിന് ശേഷം അയാൾ അവിടെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ വേണ്ടി അപേക്ഷ കൊടുക്കുന്നു. ആരാ ഇത് പരിശോധിച്ചത് അവിടുത്തെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ ആരാ? സംസ്ഥാന സർക്കാരിലെ ഉദ്യോഗസ്ഥന്മാരാണ്. കേരള ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥന്മാരാണ് ഇത് മുഴുവൻ പരിശോധിച്ചത്. ഇലക്ടറൽ ഓഫീസർ എന്ന് പറയുന്നത് ജില്ലാ കളക്ടറാണ്. അപ്പോൾ അവർ പരിശോധിച്ചതിന് ശേഷം ആർക്കും ആക്ഷേപം ഇല്ലെങ്കിൽ, മാത്രമല്ല വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതിന് ശേഷം വോട്ടർ പട്ടിക പരസ്യമായിട്ടാണ് പ്രസിദ്ധീകരിക്കുന്നത്. വോട്ടർ പട്ടിക സ്വകാര്യമായിട്ട് വെക്കുന്നതല്ല. വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതിന് ശേഷം ആർക്കെങ്കിലും പരാതി ഉണ്ടായിരുന്നുവെങ്കിൽ ആ പ്രദേശത്തെ ആൾക്കാർ പറയണമായിരുന്നു, അല്ലെങ്കിൽ ആ പ്രദേശത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ ആൾക്കാർ പറയണം, ആർക്കും വേണമെങ്കിൽ പറയാമായിരുന്നു. ഇതാരും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ സുരേഷ് ഗോപി ജയിച്ചത് ഇങ്ങനെ ഒരു 11 ആളുടെ പേരാണ് ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഏതോ പത്രങ്ങളിൽ കണ്ടു. 75,000 വോട്ടിന് ജയിച്ച ആള് ഇനി 11 പേര് കള്ള വോട്ടാണെന്ന് തന്നെ ഇരിക്കട്ടെ, അദ്ദേഹത്തിന്റെ ജയം ഇല്ലാതാവില്ലല്ലോ. 2029 ഉണ്ടാവും, 2034 സുരേഷ് ഗോപി ഇവിടെ തന്നെ ഉണ്ടാവും. ഇനിയും വോട്ട് ചേർക്കും, ഇനിയും ജയിക്കും. കൂറുനാലികൾ ഓലിയിടുക, നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരൻ ഇവിടെ തന്നെ ഉണ്ടാവും. പാർട്ടിയല്ലല്ലേ, പാർട്ടി പറയേണ്ട കാര്യങ്ങൾ പാർട്ടി പറയും. അതിനാണല്ലോ ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. പാർട്ടിയാണ് തെരഞ്ഞെടുപ്പ് നടത്തിയത്. അത് സംബന്ധിച്ച് എന്ത് സംശയം ഉണ്ടെങ്കിലും ഞങ്ങൾ പാർട്ടിക്കാരായിട്ടുള്ള ആൾക്കാരോട് നിങ്ങൾക്ക് ഏത് സംശയവും ചോദിക്കും, മറുപടി തരും. സുരേഷ് ഗോപിക്ക് അദ്ദേഹത്തിന്റെ ജനപിന്തുണ വർദ്ധിക്കാൻ മാത്രമേ ഈ ആരോപണങ്ങൾ ഉപകാരമായിട്ടുള്ളൂ എന്നാണ് എന്റെ വ്യക്തിപരമായ ഇവിടുന്ന് കുറച്ച് വാനരന്മാർ ഇറങ്ങിയല്ലോ, ഒരു ഉന്നയിക്കലുമായിട്ട്. അവരൊക്കെ അങ്ങോട്ട് പോകാൻ പറ, അല്ലേ? ഇക്കരയായാലും ഇക്കരയായാലും അവിടെ പോയി ചോദിക്കാൻ പറ. തൃശൂരിൽ 3 മുന്നണികളുടെയും സ്ഥാനാർത്ഥികളെ പരിശോധിച്ചാൽ നേരത്തെ തെരഞ്ഞെടുപ്പ് ജോലികളിലേക്ക് കടന്നത് BJPയാണ്. സുരേഷ് ഗോപി വർഷങ്ങൾക്ക് മുൻപേ തൃശൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തനവും തുടങ്ങി. സുരേഷ് ഗോപി അല്ലാതെ മറ്റൊരാൾ BJP പട്ടികയിൽ ഉണ്ടായിരുന്നില്ല. വോട്ടർ പട്ടികയിൽ ആളുകളെ ചേർക്കുന്നതിലും BJPക്ക് താഴെ തട്ടിൽ പ്രവർത്തനം സജീവമായിരുന്നു. K. മുരളീധരൻ തൃശൂരിലെത്തിയതാകട്ടെ ഏറെ വൈകിയാണ്. തോറ്റു കഴിഞ്ഞപ്പോൾ 3ാം സ്ഥാനത്തായതിന് മുരളീധരൻ പറഞ്ഞ കാര്യങ്ങളിൽ പാർട്ടിയുടെ താഴെത്തട്ട് മുതൽ മേൽത്തട്ട് വരെ നിർജീവമായിരുന്നു എന്നതും ഉൾപ്പെട്ടതാണ്. VS സുനിൽകുമാർ മണ്ഡലത്തിൽ കിട്ടാവുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയായിരുന്നെങ്കിലും പ്രചാരണ സമയത്ത് വന്ന പൂരം വിവാദവും മറ്റും തിരിച്ചടിച്ചു. ഇതെല്ലാം വസ്തുതകളായി നിൽക്കെയാണ് വ്യാജ വോട്ട് വഴി ജയിച്ചെന്നും രാജിവെക്കണമെന്നുമുള്ള ആവശ്യം ഉയർത്തുന്നത്. 22/1/2024 പിന്നെ വോട്ടർ പട്ടിക പുറത്തിറങ്ങിയ ശേഷം 4/4/2024 മറ്റൊരു വോട്ടർ പട്ടിക കൂടി പുറത്തിറങ്ങിയിട്ടുണ്ട്. ഈ കാലഘട്ടത്തിൽ വോട്ടർമാരെ ചേർക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിയമപ്രകാരം പാലിക്കേണ്ടതായിട്ടുള്ള യാതൊരു നടപടികളും സ്വീകരിക്കാതെയാണ് ആ നിയമ നടപടിയെ സംബന്ധിച്ചുള്ള പ്രൊസീഡിംഗ്സ് ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ കൊടുത്തിരിക്കുന്ന വിശദീകരണത്തിൽ വളരെ വിശദമായി പറഞ്ഞു. 30,000-നും 60,000-നും ഇടയ്ക്കുള്ള വോട്ട് ചേർത്തു എന്ന് പറയുമ്പോൾ ഇതുപോലുള്ള ഒരുപാട് അധികമാരാണ് 30,000-നും 60,000-നും എന്റെ വോട്ടേഴ്സിന് വന്നിട്ടുള്ളത്. ഇത്ര വോട്ടേഴ്സിലുള്ള മലബാരവും കള്ളത്തരവും ഇതുവരെ കേരളം കണ്ടി. അദ്ദേഹത്തിന്റെ ഈ പേരിൽ ക്രിമിനൽ കേസ് എടുക്കണം, വോട്ട് റദ്ദാക്കണം. ഇത് സംബന്ധിച്ച് ഞങ്ങൾ നേരത്തെ ഇലക്ഷൻ കമ്മീഷൻ പരാതി കൊടുത്തിരുന്നു. പക്ഷെ അന്ന് ആ പരാതി വേണ്ട പോലെ ജില്ലാ ഇലക്ഷൻ ഓഫീസറായ ജില്ലാ കളക്ടർ പരിഗണിച്ചിരുന്നില്ല.
ഇപ്പോൾ ഞങ്ങളത് ക്രിമിനൽ കേസ് എടുക്കണമെന്ന് പറഞ്ഞു കൊടുത്തിരിക്കുകയാണ്. അതേപോലെ അതോടൊപ്പം തന്നെ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷണർക്കും സംസ്ഥാന ഇലക്ഷൻ ഓഫീസർക്കും ഞങ്ങൾ ഇതേ പരാതി തന്നെ നൽകുന്നുണ്ട്. തൃശൂരിൽ വോട്ട് ചോരി ഉന്നയിക്കുമ്പോൾ CPM കൂടുതൽ പ്രതിരോധത്തിലാകും. കോൺഗ്രസ് തന്നെ നേരത്തെ CPMനെതിരെ ഉന്നയിച്ച വ്യാജ വോട്ടുകൾ ഇപ്പോൾ ചർച്ചയാക്കുന്നത് കാണുമ്പോൾ തന്നെ ഇത് മനസ്സിലാകും. ഉത്തമ ഉദാഹരണം ആറ്റിങ്ങലാണ്. അടൂർ പ്രകാശ് നടത്തിയ ഇടപെടലാണ് വോട്ടർ പട്ടികയിൽ 1,14,000 വ്യാജ വോട്ടുകൾ പുറത്തെത്താൻ കാരണമായത്. അതിൽ 40% അന്ന് പോൾ ചെയ്തിരുന്നുവെങ്കിൽ 2019 അടൂർ പ്രകാശിനെതിരെ A. സമ്പത്ത് ജയിച്ചേനെ. 1,14,000 വോട്ടിന്റെ കള്ളവോട്ടുകൾ കണ്ടെത്തി എന്ന് 2019 ഞാൻ പറഞ്ഞുവെങ്കിലും 2024 തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അവിടെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ള വോട്ടുകളുടെ എണ്ണം ക്രമാതീതമായി ഒരുപാട് വർദ്ധിച്ചു. അപ്പോൾ വർദ്ധിച്ചു എന്ന് പറയുമ്പോൾ ഏതാണ്ട് 1,72,15 വോട്ടുകൾ ആയി അത് വർദ്ധിക്കും. നമുക്ക് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ഒരു സംവിധാനത്തോട് പോലും സംശയത്തോടു കൂടി നോക്കിക്കാണേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താണ് ഈ രാജ്യത്തിൻ്റെ അവസ്ഥ? അപ്പോൾ ഇതേ കാര്യങ്ങൾ തന്നെ വീണ്ടും ഈ കേരളത്തിലും നമ്മൾ ആവർത്തിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് സിസ്റ്റം എന്ന് പറയുന്നതിനോടുള്ള ജനങ്ങളുടെ വിശ്വാസമല്ല നഷ്ടപ്പെടാൻ പോകുന്നത്. ഇത് ഗൗരവമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോക്കേണ്ട ഒരു കാര്യമാണ്. ഞങ്ങൾ എത്രയോ പ്രാവശ്യം പരാതി കൊടുത്തതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇതെല്ലാം ബൂമറാങ് പോലെ CPMനെതിരെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഒപ്പം തദ്ദേശ സ്ഥാപനങ്ങളിൽ ഒരേ വിലാസത്തിലുള്ള നിരവധി വോട്ട് ചേർക്കലുകളും. വോട്ടർ പട്ടികയിൽ പേര് ആവർത്തിച്ചിരിക്കുന്നത് തൃശ്ശൂരിൽ മാത്രമല്ല. രമേശ് ചെന്നിത്തലയുടെ പേര് പോലും ആലപ്പുഴയിൽ 2 കാണാം. സുരേഷ് ഗോപിയുടെ വിജയം ഇനിയെങ്കിലും UDFും LDFും അംഗീകരിക്കണം. സുരേഷ് ഗോപിക്ക് വിജയിക്കാനുള്ള സാഹചര്യം ഇനി ആവർത്തിക്കാതിരിക്കാനാണ് മുന്നണികൾ നോക്കേണ്ടത്. അതല്ലാതെ കൊതിക്കെറിവ് പറയുകയല്ല വേണ്ടത്. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾക്കെതിരായിട്ട് കടന്നാക്രമം വന്നു. പമ്പളാനി അപ്പഞ്ഞുട്ടി. പമ്പളാനി ഞാൻ പേരുപയോഗിച്ചത് ബോധപൂർവമാണ്. അവസരവാദം ഇത്രയും ശക്തിയായിട്ട് പറയുന്ന വേറൊരാളുമില്ല. അതുകൊണ്ടാണ് പമ്പളാനി പറഞ്ഞു ഇങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ആലോചിക്കേണ്ടി വരും. അവസാനം ജാമ്യം കിട്ടി. ജാമ്യം കിട്ടിയപ്പോൾ സ്തുതി ആർക്ക്? കേന്ദ്ര അമിത്ഷാ ഉൾപ്പെടെയുള്ളവർക്ക് സ്തുതി. അച്ഛന്മാർ കേക്കും കൊണ്ട് പോയി സൂപ്പിടാൻ. എവിടെ? RSന്റെ ഓഫീസിൽ. അവസരവാദി ആരാണ്? തലശ്ശേരി ആർച്ച് ബിഷപ്പ് ജോസഫ് പാംബ്ലാനിയോ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനോ? കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടിയ ശേഷം പാംബ്ലാനി അമിത്ഷായ്ക്ക് കൂടി നന്ദി പറഞ്ഞതാണ് MV ഗോവിന്ദനെ പ്രകോപിപ്പിച്ചത്. ക്രൈസ്തവ സമുദായത്തെ ആപത്തിൽ നിന്ന് രക്ഷിച്ചതിൻ്റെ ക്രെഡിറ്റ് എടുക്കാൻ UDFിനൊപ്പം LDFും കിണഞ്ഞു ശ്രമിക്കുമ്പോൾ ബിഷപ്പുമാരുടെ BJP പുകഴ്ത്തലാണ് MV ഗോവിന്ദൻ പാംബ്ലാനിയുടെ പേര് പറഞ്ഞ് വിമർശിച്ചത്. തലശ്ശേരി അതിരൂപത മാത്രമല്ല, കത്തോലിക്ക സഭയാകെ പാർട്ടി സെക്രട്ടറിക്കെതിരെ വാളെടുത്തു. CPM എന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. അതിലൊരു മഹത്വമുള്ള പോസ്റ്റുണ്ട്. ആ സ്ഥാനത്തിരിക്കുന്നയാള് ഗോവിന്ദസ്വാമി പറയുന്ന പോലെ പറയരുതെന്നാണ് ഉദ്ദേശിച്ചത്. അതായത് അദ്ദേഹത്തിന് നിലയ്ക്കും വിലയ്ക്കും ചേർന്ന ഒരു പ്രസ്താവനയല്ല അത് എന്നാണ് ഉദ്ദേശിച്ചത്. ഇനി അദ്ദേഹം പറഞ്ഞത് എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം ഒരു തിന്മ ഉദ്ദേശിച്ച് പറഞ്ഞ. അദ്ദേഹം കുറെ ആളുകളെ അദ്ദേഹത്തിന്റെ പാർട്ടി പ്രവർത്തകരെ കണ്ടപ്പോൾ അവരുടെ മുമ്പിൽ അല്പം ആളാകാൻ വേണ്ടി ഒരു ആവേശത്തിരുത്തലിൽ പറഞ്ഞതായിരിക്കാമെന്നാണ് ഞാൻ കരുതുന്നത്. UDFിന്റെയും LDFിന്റെയും MPമാർ കേന്ദ്രമന്ത്രിമാരെ കാണുകയും പാർലമെന്റിൽ കന്യാസ്ത്രീകളുടെ മോചനത്തിനായി ശബ്ദമുയർത്തുകയും ഛത്തീസ്ഗഡിലേക്ക് പറക്കുകയും ചെയ്തിട്ടും മോചനത്തിന് വഴിയൊരുക്കിയത് പ്രധാനമന്ത്രിയുടെയും അമിത്ഷായുടെയും ഇടപെടലാണെന്ന് കത്തോലിക്ക സഭ വിശ്വസിക്കുന്നു. കന്യാസ്ത്രീകളുടെ മോചനത്തിന് പിന്നാലെ അമിത്ഷായ്ക്ക് മാർ ജോസഫ് പാംബ്ലാനി നന്ദിയും പറഞ്ഞു. മറ്റ് പാർട്ടിക്കാരുടെ ഇടപെടലും കത്തോലിക്ക സഭ എടുത്തു പറഞ്ഞെങ്കിലും BJP കന്യാസ്ത്രീകളെ ജയിലിലിട്ട് അവർക്ക് തന്നെ നന്ദി പറയുന്നതിൽ പ്രശ്നമുണ്ടെന്നാണ് CPM തുറന്നു പറയുന്നത്. പാംബ്ലാനിയുടെ പേര് പറഞ്ഞ് ആദ്യം തുടങ്ങിയത് MV ഗോവിന്ദനല്ല, DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജാണ്. നിയോമുളർ ഹിറ്റ്ലറുടെ ആദ്യകാല ചെയ്തികളെ ന്യായീകരിച്ച ആളാണ്. പക്ഷേ ഒരു ഘട്ടം കഴിഞ്ഞപ്പോ നിയോമുളറെ തന്നെ പിടിച്ച് ജയിലിലിട്ടു. ഏതാണ്ട് 5 വർഷത്തിൽ കൂടുതൽ ആ നിയോമുളർ എന്ന് പറയുന്ന പാസ്റ്റർക്ക് ജയിലിൽ കിടക്കേണ്ടി വന്നു. ജയിലിൽ കിടന്നപ്പോഴാണ് നിയോമുളർക്ക് ബോധോദയം ഉണ്ടായത്.
അതുവരെ ആര് നല്ലതായിരുന്നു? ഹിറ്റ്ലർ നല്ലവനായിരുന്നു. ഏതാണ്ട് പാംപ്ലാനി പിതാവെല്ലാം നിയോമുളറുടെ അവസ്ഥയിലേക്ക് വരും എന്ന കാര്യത്തിൽ തർക്കമില്ല. ചില പിതാക്കന്മാർ ഇപ്പോ RSSന് കൊള്ളുത്തുണർത്തുകയാണ്. കേക്കുമായിട്ട് RSSന്റെ ശാഖയിലേക്ക് കടന്നു വരുന്ന ആളുകൾ, കേക്കുമായിട്ട് തിരിച്ച് അങ്ങോട്ട് പള്ളിയുടെ അരമനയിലേക്ക് കടന്നു പോകുന്ന ആളുകൾ പരസ്പരം പരവതാനി വിരിക്കുന്നു, പരസ്പരം ആശ്ലേഷിക്കുന്നു. ആരെയാ ഇവർ പൊട്ടന്മാരാക്കുന്നത്? സനോജ് പറഞ്ഞതിന് കത്തോലിക്ക സഭ മറുപടി പറഞ്ഞില്ല. കുട്ടിത്തരം എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞു. MV ഗോവിന്ദന് കൊടുത്ത മറുപടിയിൽ ഗോവിന്ദൻ ഗോവിന്ദച്ചാമി ആകരുതെന്ന പരിഹാസവും. അവസരവാദി പാർട്ടി സെക്രട്ടറി. ഇങ്ങോട്ട് സഹായിച്ചവർക്ക് നന്ദി പറയുന്നത് സംസ്കാരമുള്ളവർ ചെയ്യുന്നതാണ്. ആരാണ് ഞങ്ങളെ സഹായിക്കുന്നതെന്ന് ഞങ്ങൾക്കറിയാം. ഒരാളുടെ കേക്കിന് മധുരവും മറ്റൊരാളുടെ കേക്കിന് കയ്പും എന്ന് പറയാൻ കഴിയില്ല. ഇങ്ങനെ പോകുന്ന മറുപടിയിൽ BJPയോടുള്ള മൃദു സമീപനത്തിൽ കത്തോലിക്ക സഭയ്ക്ക് കന്യാസ്ത്രീകളുടെ അറസ്റ്റ് തടസ്സമായിട്ടില്ല എന്ന് വ്യക്തമാണ്. സിറോ മലബാർ സഭയുടെ പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മീഷൻ പാംപ്ലാനിക്ക് ഉറച്ച പിന്തുണ നൽകി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കന്യാസ്ത്രീകളുടെ മോചനത്തിന് സഹായിച്ച BJP നേതാക്കളുടെ പേര് പറഞ്ഞാണ് പുകഴ്ത്തൽ. ഇതിൽ പങ്കെടുത്ത വ്യക്തികൾക്ക് ഒരു നന്ദി, അവർക്കൊരു നന്ദി പറയേണ്ടത് തീർച്ചയായിട്ടും സഭയുടെ കടമയാണ്. ഇതിനകത്ത് പക്ഷേ ഏറ്റവും കൂടുതൽ ഫലപ്രദമായിട്ട് ഇടപെട്ടത് ശ്രീ രാജീവ് ചന്ദ്രശേഖറും ഷോൺ ജോർജും ഒക്കെയാണ്. കാരണം അവർക്കാണ് അധികാരപരമായിട്ട് കേന്ദ്ര സർക്കാരിൽ അധികാരമുള്ളത് കൊണ്ട് ഇതിൽ ഇടപെടാൻ സാധിക്കുന്നതും അവർക്കാണ്. അപ്പൊ അങ്ങനെ ഒരു ഇടപെടലുകളൊക്കെ വളരെ ശക്തമായിട്ടും ആത്മാർത്ഥമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടായപ്പോൾ തീർച്ചയായിട്ടും നന്ദി പറയേണ്ട ഒരു ചുമതല സഭയ്ക്കുണ്ട്. അതിന്റെ ഭാഗമായിട്ട് പാംപ്ലാനി പിതാവ് എല്ലാവർക്കും പൊതുവായിട്ട് ഒരു നന്ദി പറഞ്ഞു എന്നല്ലാതെ അതിനൊരു രാഷ്ട്രീയവൽക്കരിക്കുകയോ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളിൽ കാണുകയോ ചെയ്യേണ്ടതില്ല. CPM അതിനകത്ത് 2 ദിവസമായിട്ട് പ്രസ്താവനകൾ ഇറക്കുന്നത് നിർഭാഗ്യകരമാണ്. CPMഉം ഈ ഒരു വിഷയങ്ങളിലൊക്കെ കുറച്ചുകൂടിയൊക്കെ ഒരു സെക്കുലർ നിലപാട് സ്വീകരിക്കണമെന്നാണ് എനിക്ക് ആവശ്യപ്പെടാനായിട്ടുള്ളത്. താമരശ്ശേരി ബിഷപ്പിനെ നികൃഷ്ട ജീവി എന്ന് വിളിച്ചത് പിണറായി വിജയനാണ്. ഒരു തിരുവമ്പാടിയിൽ അത് ഒതുങ്ങി. MV ഗോവിന്ദൻ ആ പാത പിന്തുടർന്നാൽ പരുക്ക് അതിലൊതുങ്ങില്ലെന്ന് പാർട്ടിക്കറിയാം. അവസരവാദത്തെ അവസരവാദമെന്ന് പറയേണ്ടി വരുമെന്ന് പറഞ്ഞത് നിലപാടിൽ ഉറച്ചു നിൽപ്പാണെങ്കിലും വീണ്ടും വീണ്ടും ഉന്നയിച്ച് സഭകളെ പിണക്കാൻ CPM ശ്രമിക്കുന്നില്ല. അതേസമയം വിശ്വാസികൾക്ക് താൽപ്പര്യമില്ലാതെ ബിഷപ്പുമാർ BJPയോട് മൃദു സമീപനം കാട്ടുന്നത് ചൂണ്ടിക്കാട്ടാൻ കിട്ടുന്ന അവസരം പ്രയോജനപ്പെടുത്തുകയും ചെയ്യും. കേക്കിനൊപ്പം ജയിലും എന്നുള്ള ഓർമ്മപ്പെടുത്തൽ. ഛത്തീസ്ഗഡ് സംഭവത്തിന് ശേഷം അരമനകളിലേക്ക് ഓടിയെത്തിയെങ്കിലും ആശയക്കുഴപ്പമുണ്ടായിരുന്ന BJPക്ക് MV ഗോവിന്ദനെതിരെ കത്തോലിക്ക സഭയുടെ പ്രതികരണം ഉണർവ് നൽകുന്നു. ഗവർണറും സർക്കാരും തമ്മിലുള്ള പോര് തീരുന്നില്ല എന്ന് മാത്രമല്ല, പൂർവാധികം ശക്തിയായി തുടരുന്നു. ഭാരതാംബ വിവാദവും കേരള സർവകലാശാലയിലെ തമ്മിൽ തല്ലും ഉണ്ടാക്കിയ ഭിന്നത തീർന്നിട്ടില്ല. അതിനിടെയാണ് ഇന്ത്യ വിഭജനത്തിന്റെ ഭീതി ഓർമ്മിക്കാൻ ഓഗസ്റ്റ് 14 ആചരിക്കണമെന്ന് ചാൻസലറായ ഗവർണർ സർവകലാശാലകൾക്ക് നിർദ്ദേശം നൽകിയത്. ഇതോടെ സർക്കാർ വാളെടുത്തു. നടക്കുന്ന കാര്യമല്ലെന്ന് പ്രഖ്യാപിച്ചു. സുപ്രീം കോടതി പോലും കൈകൂപ്പിയ VC നിയമന തർക്കം അന്തമില്ലാതെ നീളുന്നു. രാജ്ഭവനിലെ ചായ കുടിക്കാൻ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പോയതുമില്ല. രാജ്യത്തിന്റെ പരമാധികാരത്തിന് നേർക്ക് പുറമേ നിന്ന് സാമ്രാജ്യത്വ ഭീഷണി ഉയരുന്ന ഘട്ടത്തിൽ തന്നെ ജനങ്ങളുടെ ഒരുമയെ ഛിദ്രമാക്കാൻ പോരുന്ന വിപൽക്കരമായ ഭീഷണികൾ അകമേ നിന്നും ഉയരുന്നുണ്ട്. വർഗീയതയുടെ ശക്തികൾ ജാതി പറഞ്ഞും മതം പറഞ്ഞും ഇന്ത്യ എന്ന വികാരത്തെ ഛിദ്രമാക്കാനുള്ള ശ്രമങ്ങൾ ശക്തിപ്പെടുത്തി വരുന്നു. ഇതിനെയെല്ലാം എല്ലാ വേർതിരിവുകൾക്കും അതീതമായി ഒറ്റ മനസ്സായി ചെറുത്തു തോൽപ്പിക്കാൻ നമുക്ക് കഴിയണം. ഇതിനുവേണ്ട പ്രതിജ്ഞയെടുക്കേണ്ട സന്ദർഭം കൂടിയാണിത്. ആരിഫ് മുഹമ്മദ് ഖാന് പകരം വന്ന രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ സർക്കാരുമായി നല്ല ബന്ധമെന്ന സൂചന ആദ്യം നൽകിയെങ്കിലും പ്രതീക്ഷ പോലെ തന്നെ വഷളാകുന്നത് കണ്ടതാണ്. രാജ്ഭവനും സർക്കാരും തമ്മിലുള്ള തർക്കത്തിന് വിഷയങ്ങൾ നിരവധിയാണ്. സർവകലാശാലകളിലെ VC നിയമനം സുപ്രീം കോടതി ഇടപെട്ടിട്ട് പോലും തീരുന്നില്ല. വിധിയെ പല രീതിയിൽ വ്യാഖ്യാനിച്ച് അവരവർക്ക് അനുകൂലമാക്കുന്നു.
അതിനിടെ അടുത്ത വിഷയമെത്തി. ഓഗസ്റ്റ് 14 വിഭജന ഭീതി ദിനം. ഇന്ത്യ വിഭജനത്തിന്റെ നടുക്കുന്ന ഓർമ്മകൾ ഓർത്തെടുക്കാനായി സെമിനാറുകളും സംവാദങ്ങളും വേണമെന്ന് സർവകലാശാലകളോട് ഗവർണർ. ദേശീയ സ്വാതന്ത്ര്യ സമരത്തോട് മുഖം തിരിഞ്ഞു നിന്ന രാഷ്ട്രീയം അതേപടി പിൻപറ്റുന്നവരാണ് വിഭജന ഭീതിയെക്കുറിച്ച് പറയുന്നതെന്ന് മുഖ്യമന്ത്രിയുടെ മറുപടി. നാളിതുവരെ ഇല്ലാത്ത വിധത്തിൽ വിഭജനത്തിന്റെ ഭീകരത എന്ന പേരിൽ പരിപാടി നടത്താൻ ആഹ്വാനം ചെയ്യുമ്പോൾ അത് സാമുദായിക ധ്രുവീകരണത്തിലേക്കാണ് ചെന്നെത്തുക എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. വിഭജന ഭീകരത എന്ന പേരിൽ പരിപാടി നടത്തുമ്പോൾ അത് വർഗീയ വിദ്വേഷത്തിനും സാമുദായിക സ്പർദ്ധയ്ക്കും ഇടവരുത്തുന്ന പരിപാടികളായി മാറും എന്ന് തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് കേരളത്തിലെ ക്യാമ്പസുകളിൽ അത്തരം പരിപാടികൾ നടത്തേണ്ടതില്ല എന്ന നിലപാടാണ് സംസ്ഥാന സർക്കാരിന്, പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനുള്ളത്. ഭരണഘടനാപരമായ സംസ്ഥാനത്തിനുള്ള അധികാരങ്ങളുണ്ട്. അതിൽ ഗവർണർ കൈയെടുത്താൻ പാടില്ല. ഗവർണർ അവിടുത്തെ ചാൻസലറാണ്. ഇതൊരു ഓർണമെന്റൽ പോസ്റ്റാണ്. അല്ലേ? ഇപ്പോൾ മന്ത്രിസഭ ഇപ്പോൾ ഭൂരിപക്ഷം ഇല്ലാത്ത മന്ത്രിസഭയ്ക്ക് ഗവർണർക്ക് സത്യപ്രതിജ്ഞ ചെയ്യിക്കാൻ പറ്റുമോ? ഇപ്പോൾ 71 സീറ്റ് കിട്ടാൻ, ഇപ്പോൾ 80 സീറ്റ് ഒരു മുന്നണിക്കോ ഒരു പാർട്ടിക്കോ കിട്ടി, ബാക്കിയുള്ളവർക്ക് 60 കിട്ടി. ഗവർണർക്ക് ഭരണഘടന പറയുന്നതിന്റെ അപ്പുറത്ത് കയറിയിട്ട് 60 സീറ്റ് കിട്ടിയ ആളുടെ നേതാവിനെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യിപ്പിക്കാൻ പറ്റുമോ? അതിന് സമാനമായ കാര്യങ്ങളാണ് ഗവർണർ ഈ സർവകലാശാലകൾ ചെയ്യുന്നത്. ഇത് ചങ്കുറപ്പോടുകൂടി മുഖത്ത് നോക്കി നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് എന്ന് പലപ്പോഴും ഗവൺമെന്റ് പറഞ്ഞില്ല. എന്റെ കുഴപ്പമില്ല. ഇന്ത്യൻ ജനത ആഗ്രഹിക്കുന്നത് ഇന്ത്യയുടെ മതേതരത്വം നിലനിർത്താൻ, ജനങ്ങളുടെ ഐക്യം പുലരാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണ്. വിഭജനത്തിന്റെ വാക്കുകൾ ഇപ്പോൾ ഉയർത്തിക്കൊണ്ടുവരുന്നത് എന്തിനാ? വിഭജനത്തിന്റെ മുറിവുകൾ ഉണങ്ങിയതിന് ശേഷവും വിഭജന വാക്കുകൾ വീണ്ടും കൊണ്ടുവരുന്നത് വീണ്ടും ഇന്ത്യയെ വെട്ടിമുറിക്കാൻ വേണ്ടി മാത്രമേ അത് ഉപകരിക്കൂ. അതിന് നേതൃത്വം കൊടുക്കുന്ന പ്രസ്ഥാനമാണ് RSS. സംഘ് പരിവാർ അജണ്ട നടപ്പാകില്ലെന്ന് പറഞ്ഞ് സർവകലാശാലകളിൽ വിഭജന ഭീതി ദിനം ആചരിക്കില്ലെന്ന് സർക്കാരിന്റെ പ്രഖ്യാപനം. പ്രഖ്യാപിച്ചാൽ മാത്രം പോരാ, രാജ്ഭവന് ശക്തമായ മറുപടി നൽകി വിഭജന ഭീതി ദിനം ആചരിക്കില്ലെന്ന് ഉറപ്പാക്കണമെന്ന് പ്രതിപക്ഷവും. അങ്ങനെ ഗവർണറുടെ ഒരു തീരുമാനം കൂടി സർക്കാർ തള്ളി. ABVPക്കാർ ചിലയിടങ്ങളിൽ ചാൻസലറുടെ നിർദ്ദേശം പാലിക്കാൻ ക്യാമ്പസുകളിൽ തയ്യാറായെങ്കിലും ഇടതു വലതു വിദ്യാർത്ഥി സംഘടനകളുടെ എതിർപ്പിൽ ഗവർണറുടെ നിർദ്ദേശം നടപ്പായില്ല. തൊട്ടു പിന്നാലെ രാജ്ഭവന്റെ സ്വാതന്ത്ര്യദിനത്തിലെ ചായ സൽക്കാരം മുഖ്യമന്ത്രിയും മന്ത്രിമാരും ബഹിഷ്കരിച്ചതോടെ നിലവിൽ കാര്യങ്ങൾ കൈവിട്ടുപോയിരിക്കുകയാണ്. ഭരണഘടനാ ദൗത്യം പാലിക്കാതെ തെരഞ്ഞെടുത്ത സർക്കാരിനെ ദുർബലമാക്കാനുള്ള രാഷ്ട്രീയ ദൗത്യം നടപ്പാക്കാനാണ് ഗവർണർ ശ്രമിക്കുന്നതെന്ന് മുഖ്യമന്ത്രി മുന്നറിയിപ്പും നൽകി. ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ സർക്കാരും രാജ്ഭവനും തമ്മിൽ കലഹിക്കുന്നത് പതിവാവുകയാണ്. ഇത് ജനാധിപത്യ സംവിധാനത്തിന് ഭൂഷണമല്ല. ഇന്ത്യ വിഭജനത്തിന്റെ പേടിപ്പിക്കുന്ന ഓർമ്മകൾ തമസ്കരിക്കേണ്ടതല്ല. മറക്കുന്നത് വിഭജന സമയത്ത് ജീവൻ നഷ്ടമായവരെയും ദുരന്തത്തിന്റെ നീറുന്ന അനുഭവങ്ങളുമായി ജീവിച്ചവരെയും തള്ളിപ്പറയുന്നതിന് തുല്യമാണ്. സ്വാതന്ത്ര്യ പോരാട്ടത്തിന് സംഭാവന നൽകാത്ത പ്രസ്ഥാനത്തിന്റെ പ്രതിനിധിയുടെ നിർദ്ദേശം എന്ന നിലയിൽ തള്ളിക്കളയേണ്ടതല്ല ഇന്ത്യ വിഭജനം. സർവകലാശാലകളുടെ ഭരണ നടത്തിപ്പിലെ തടസ്സം പരിഹരിക്കാതെ എത്ര നാൾ പോകാനാകും? സുപ്രീം കോടതി വിധിച്ചിട്ടും ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളുടെ പോലും കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. അവരവരുടെ ഇഷ്ടക്കാരെ നിയമിക്കാനാണ് സർക്കാരും രാജ്ഭവനും വാശി പിടിക്കുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല. പേര് നൽകിയാൽ മതി, ഞങ്ങൾ തെരഞ്ഞെടുത്ത് തരാം എന്ന രീതിയിലേക്ക് സുപ്രീം കോടതിക്ക് പറയേണ്ടി വന്നത് എങ്ങനെയെങ്കിലും ഈ തർക്കം പരിഹരിക്കാനാണ്. ആരിഫ് മുഹമ്മദ് ഖാൻ സമയത്ത് എന്ത് നടന്നോ അത് തന്നെ ആവർത്തിക്കുന്നു. ഇടയ്ക്ക് പൊരിഞ്ഞ തർക്കം, പിന്നീട് മഞ്ഞുരുകൽ, എല്ലാം ഒത്തുകളിയെന്ന് പ്രതിപക്ഷം.